പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ഹെൽത്ത് ടിപ്സ് ചർച്ച ചെയ്യുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ്. ആ പോസ്റ്റിൽ നിന്ന് കിട്ടിയ അറിവ് പകരുന്നതിന്റെ ഭാഗമായിട്ടാണ്. സനൽകുമാർ പത്മനാഭൻ എന്ന എന്റെ സുഹൃത്ത് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ വിവരം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ചേട്ടാ, ഐപ്പിൽ ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് തുടങ്ങുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ ഡോളോ വാങ്ങുവാൻ നിൽക്കുമ്പോഴായിരുന്നു ബൈക്കിൽ വന്നൊരു ചേട്ടന്റെ കടക്കാരനോടുള്ള ചോദ്യം. ഉണ്ടല്ലോ എന്ന് അദ്ദേഹം തലകുലുക്കവേ, എന്നാൽ 4 എടുത്തോളൂ എന്നതായിരുന്നു ബൈക്ക് യാത്രക്കാരന്റെ ആവശ്യം. അങ്ങനെ സന്തോഷത്തോടെ 4 ഐപ്പിലും വാങ്ങി മടങ്ങുന്ന ബൈക്ക് യാത്രക്കാരനെയും അതിലേറെ സന്തോഷത്തോടെ 4 ഗുളികയുടെ 440 രൂപ വാങ്ങി പെട്ടിയിലിടുന്ന കടക്കാരനെയും കണ്ടു നിൽക്കുമ്പോൾ എന്റെ സുഹൃത്ത് സനൽകുമാർ പത്മനാഭന്റെ ചിന്തകളിൽ അത്രയൊന്നും സന്തോഷമില്ലാത്ത കുറെ മുഖങ്ങൾ ഇങ്ങനെ അകതാരിൽ തെളിയുകയും വരികയുമായിരുന്നു. ഒരാളുടെ കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ദുരിതമനുഭവിക്കേണ്ടി വരുന്നവരുടെ മുഖങ്ങൾ. ഐപ്പിൽ പോലുള്ള ഗർഭനിരോധന ഗുളികകൾ ഒഴിവാക്കാനാകാത്ത അടിയന്തര ആവശ്യഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാവുന്ന മെഡിസിൻ ആണെന്നും അത് സ്ഥിരമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടോ അറിയാതെയോ തന്റെ പാർട്ട്ണർ മുൻകരുതലുകളില്ലാതെ ലൈംഗിക ബന്ധത്തിന് ശേഷം സേഫ്റ്റിക്ക് വേണ്ടി അവ നൽകുമ്പോൾ വേറെ നിവർത്തിയില്ലാതെ അത് വാങ്ങി കഴിക്കേണ്ടി വരുന്നവരുടെ ആശങ്ക പൂണ്ട മുഖങ്ങൾ. ഞാൻ ഉൾപ്പെടെയുള്ള ആ ബൈക്ക് യാത്രക്കാരുടെ കൂട്ടത്തോട് ഒന്ന് പറയട്ടെ എന്നാണ് സനൽകുമാർ പത്മനാഭൻ പറയുന്നത്. അച്ഛന്മാരെ, മുൻകരുതലെടുക്കാതെ ബന്ധത്തിന് ശേഷം സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പാർട്ട്ണർക്ക് നൽകുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്നും ചോദിക്കുന്നു. സമയം കിട്ടുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം എന്നുമാണ് സനൽകുമാർ പത്മനാഭൻ പറയുന്നത്. ഗൂഗിൾ പറയാത്ത ഞെട്ടുന്ന വിവരങ്ങൾ അറിയണമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കണം. ശരിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഈ വക മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം സൃഷ്ടിക്കുന്ന പരിണത ഫലങ്ങളായി നിരന്തരമായ തലവേദന മുതൽ ഛർദിയും ക്ഷീണവും, ആർത്തവ ചക്രം താളം തെറ്റൽ, ലൈംഗിക അഭിനിവേശം നഷ്ടപ്പെടൽ, മൂഡ് സ്വിംഗ്, ഹോർമോൺ ഇൻബാലൻസ് തുടങ്ങി ബ്രസ്റ്റ് ക്യാൻസർ വരെയുള്ളവ ഗൂഗിളും ഗൈനക്കോളജിസ്റ്റും എണ്ണി പറയും. പോക്കറ്റിൽ ഈ വക ഗുളികകൾ വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ നമ്മുടെ 5 മിനിറ്റിന്റെ ആനന്ദം തേടി പോകുന്നതിന് മുമ്പ് ആ ഗുളിക നമ്മുടെ പാർട്ട്ണറിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കണേ. നമുക്ക് വേറെയും വഴികളുണ്ടല്ലോ ബായ്, അവ ട്രൈ ചെയ്യാലോ. എന്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം വെച്ച് ചൂതാടുന്നത് എന്നും സനൽകുമാർ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളെയൊക്കെ സ്നേഹിച്ചതിനും പ്രണയിച്ചതിനും വിവാഹം കഴിച്ചതിനും അവരെപ്പോൾ തന്നെ കുറേയേറെ അനുഭവിച്ചിട്ടുണ്ടാകും. അതിന്റെ കൂടെ ഇതോടെ വേണ്ടാന്നേ എന്നുകൂടെ അദ്ദേഹം ചേർത്തു. രഞ്ജിത്ത് ലാലേട്ടൻ ടീമിന്റെ സ്പിരിറ്റിൽ പറയുന്നത് പോലെ മദ്യപാനിയുടെ ഉന്മാദത്തിന്റെ ഇരകളായി തീരാറുള്ളത് പലപ്പോഴും ഭാര്യമാരാണ്. അവിടെയെല്ലാം ഭാര്യ ഒരു വളർത്തുമൃഗത്തിന് തുല്യമാണ്. നായാട്ടിന്റെ ആയാസങ്ങൾ ഏതുമില്ലാതെ വളരെ എളുപ്പം കൊല്ലാൻ കഴിയാവുന്ന വേട്ടക്കാരനോട് വിധേയത്വമുള്ള മിണ്ടാപ്രാണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമുക്കിതിലെ വേട്ടക്കാരനാകാതിരിക്കാം. അതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പലരും ഗുരുവിൽ മോഹൻലാൽ ഉലാമ പഴം കഴിക്കുന്നത് പോലെയാണ് ഐപ്പിൽ കഴിക്കുന്നത് എന്ന് വാങ്ങുന്നവർക്കോ കഴിക്കുന്നവർക്കോ പലർക്കും ഇതിന്റെ ദോഷങ്ങളെ കുറിച്ച് യാതൊരു ധാരണയുമില്ലതാനും. പലർക്കും ഐപ്പിൽ ഓടിച്ചെന്ന് ഫാർമസിയിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ലഭിക്കുന്ന മറ്റൊരു ഗർഭനിരോധന മാർഗം പോലെ ഒന്ന് മാത്രമാണ്. പക്ഷേ ഐപ്പിൽ ഷെഡ്യൂൾ എച്ച് മെഡിസിൻ ആണ്. അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽക്കാൻ പാടില്ല. ഷെഡ്യൂൾ എച്ച് മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ഓർക്കുക. ചില രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ കൃത്യമായി അസസ് ചെയ്തിട്ടേ ഐപ്പിൽ ഉപയോഗിക്കാവൂ എന്നതുകൊണ്ടാണ് ഇത് ഷെഡ്യൂൾ എച്ച് ആയത്. ഇതൊരു റുട്ടീൻ ഗർഭനിരോധന മാർഗവുമല്ല. റുട്ടീൻ മാർഗങ്ങൾ പരാജയപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് 1-2 ദിവസത്തിൽ കൂടുതൽ ഗർഭനിരോധന ഗുളികകൾ കഴിക്കാൻ വിട്ടുപോകുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ അവിചാരിതമായ ലൈംഗിക ബന്ധം സംഭവിക്കുമ്പോഴും ഉപയോഗിക്കാനുള്ള പ്ലാൻ ബി കോൺട്രാസെപ്ഷൻ മാത്രമാണ് ഐപ്പിൽ. അത് ഓർക്കണം. കാരണം ഹൈഡോസ് ഹോർമോൺ ആണ് ഇത്. ശരീരത്തിന് പുറത്തു നിന്നുള്ള ഹോർമോണുകൾ എത്ര തന്നെ സേഫ് എന്ന് പറഞ്ഞാലും ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുമെന്ന് നോക്കുക. ഒരു സ്ത്രീ ശരീരത്തിൽ നോർമലി ഉള്ള പ്രൊജസ്ട്രോൺ ലെവൽ നാനോഗ്രാം അളവിലാണ്. അതിന്റെ 1000 മടങ്ങാണ് ഐപ്പിൽ ഉള്ളതെന്ന് ഓർക്കുക. സ്ത്രീ ശരീരത്തിന്റെയും മനസ്സിന്റെയും ശരിയായ പ്രവർത്തനങ്ങൾക്ക് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രത്യേക അനുപാതത്തിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ഇടയ്ക്കിടെയുള്ള ഐപ്പിൽ ഉപയോഗം ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തീർച്ച. സ്തനാർബുദമുള്ളവർ, കൊളസ്ട്രോൾ കൂടുതലുള്ളവർ, ഹൃദ്രോഗമുള്ളവർ, പിത്താശയ രോഗമുള്ളവർ, രക്തം കട്ടപിടിക്കുന്ന രോഗങ്ങളുള്ളവർ, BP ഉള്ളവർ എന്നിവരും അപസ്മാരത്തിന് മരുന്നെടുക്കുന്നവരിലും ചില ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരിലും മരുന്നുകളുടെ പ്രതിപ്രവർത്തനം കാരണം ഐപ്പിൽ പരാജയപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് വിഷാദ രോഗമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലുള്ള ഐപ്പിൽ ഒരിക്കലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിൽ പ്രൊട്ടക്ഷൻ തരികയില്ല എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കേണ്ടതാണ്. ഐപ്പിലിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഐപ്പിലിന്റെ ഉപയോഗം കൃത്യമായി ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് മാത്രമേ ഇത്തരം ഷെഡ്യൂൾ എച്ച് മെഡിസിനുകൾ വാങ്ങാവൂ എന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഈ ഹെൽത്ത് ടിപ്പ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.